ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ CPM വിട്ട BJPയിൽ ചേർന്ന സുമാ നരേശൻ മത്സരിക്കുന്ന വാർഡിൽ CPMന്റെ നേതൃത്വത്തിൽ വ്യാപകമായി പോസ്റ്റർ നശിപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും പോസ്റ്ററുകൾ പതിച്ചെങ്കിലും അവയും ഇന്ന് പുലർച്ചയോടെ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. CPMന്റെ പരാജയ ഭീതിയാണ് പോസ്റ്റർ നശിപ്പിക്കുന്നതിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ സ്വർണ്ണ കവർച്ചയിലും വികസന മുരടിപ്പിലുമൊക്കെ ആകെ അടിപതറി വിരളി പൂണ്ടിരിക്കുകയാണ് CPM. അതിനോടൊപ്പം ഇവരുടെ പാർട്ടിയിൽ നിന്നും ഒരുപാട് പേർ BJPയിലേക്ക് ചേക്കേറുന്നുണ്ട്. ഇതും ഇവർക്കൊരു വലിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്നോണമാണോ ഈ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ തേടി പിടിച്ച്, പ്രത്യേകിച്ച് ഒരു BJPയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ആക്രമണമാണ് കേരളത്തിൽ കാണുന്നത്. എന്താണ് ഈ പോസ്റ്ററുകൾ നശിപ്പിച്ചതിന് പിന്നിൽ? രണ്ടാമത് പോലീസിന്റെ ആ ഒരു വാർണിംഗിൽ നിന്നും ഒരു വിലയും കൽപ്പിക്കാതെ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM. അശ്വതി, അങ്ങനെ തന്നെയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് 16-ാം വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സുമാ നടേശൻ എന്ന പ്രവർത്തക, അവർ നേരത്തെ CPMൽ പ്രവർത്തിക്കുകയും പഞ്ചായത്ത് അംഗമാവുകയൊക്കെ ചെയ്തിരുന്ന ആളാണ്. എന്നാൽ CPMൽ നിന്നും വിട്ട് BJPയിലേക്ക് വന്നതോടെ അതിന്റെ ഒരു പ്രതിഷേധം വ്യാപകമായി തന്നെ അവർ അന്ന് തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അതിലുള്ള വലിയ പ്രതികാരം എന്ന രീതിയിലാണ് വ്യാപകമായി പോസ്റ്ററുകൾ വലിച്ചു കീറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും നിയമപരമായി നേരിടുകയുമാണ് BJP ചെയ്തിരുന്നത്. അതിനുശേഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ വീണ്ടും പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അവയും നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് കാണുന്നത്. ആ പോസ്റ്ററുകളെല്ലാം തന്നെ നശിപ്പിച്ച ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം സുമ നടേശൻ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു താൻ വളരെ ബുദ്ധിമുട്ടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവും മറ്റും നടത്തുന്നത്, കടം മേടിച്ചും മറ്റും ആണ് പോസ്റ്റർ പ്രിന്റ് ചെയ്ത് അത്തരം പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതിലൂടെ വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്, ആരോടും വൈരാഗ്യമില്ല എന്നെല്ലാം സുമ പറഞ്ഞിരുന്നു. എന്നാൽ തുടർന്നും ഇതേ സമീപനം തന്നെ CPM തുടരുന്ന ഒരു കാഴ്ചയാണ്. കാരണം അതിന്റെ പ്രധാന കാരണം CPMനെ അവിടെ പരാജയപ്പെടുമെന്നുള്ള ഒരു സാധ്യത. നമുക്കറിയാം, കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം വലിയ പാർട്ടി ശക്തി കേന്ദ്രമെന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. അവിടെയാണ് അണികളിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നത്. അവര് പലരും BJPയിലേക്ക് ചേക്കേറുകയും ചെയ്തിരുന്നു. ഇത് എല്ലാം വലിയ രീതിയിൽ CPMനെ പ്രതിരോധത്തിലാക്കി. ഇതിന്റെ എല്ലാം തുടർച്ചയായാണ് ഇപ്പോൾ വ്യാപകമായി പോസ്റ്റർ നശിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മാന്യത പോലും കൈവിട്ടുകൊണ്ട് CPM ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. സുധീഷ്, ഈ പോസ്റ്റർ വലിച്ചു കീറിയ CPM പ്രവർത്തകരെ തിരിച്ചറിഞ്ഞു. പോലീസ് എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്? അശ്വതി, ഇപ്പോൾ അത്തരത്തിൽ ആരാണെന്ന് തിരിച്ചറിയുകയോ അതിനുള്ള ശ്രമമോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്ന്. ഇതിനു മുൻപും പോസ്റ്റർ നശിപ്പിച്ച അതേ CPM പ്രവർത്തകർ തന്നെ ആയിരിക്കില്ലേ ഇതിലും പിന്നിൽ? അശ്വതി, അങ്ങനെ തന്നെയാണ്. വീണ്ടും CPM പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇത് പ്രദേശത്താകെ ഒരു സംഘർഷാവസ്ഥയ്ക്കുള്ള കാരണം കൂടിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP ഇതിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരം സമീപനം തുടർന്നാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകും, അത് തടയാൻ പോലീസ് ശ്രമിക്കണം, CPM പ്രവർത്തക സംയമനം പാലിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ അത്തരത്തിലുള്ള ഒരു ശ്രമവും ഉണ്ടാവാതെ വീണ്ടും പ്രകോപനപരമായ നടപടികളുമായി CPM മുന്നോട്ട് പോവുകയാണ്. അവർക്ക് സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ CPM പരാജയപ്പെടുന്ന സാധ്യതയും BJP ജയിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തീർച്ചയായും സുധീഷ്, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ CPM ഒരു പരാജയ ഭീതി നേരിടുകയാണ്. CPMന്റെ തന്നെ ശക്തമായ കോട്ടയാണ് കഞ്ഞിക്കുഴി. അവിടെ നിന്നും ഇങ്ങനെ അണികൾ ചോർന്നു പോകുകയാണ്. ഒരു പക്ഷേ അവരുടെ ഭരണത്തിൽ മടുത്തിട്ട് തന്നെ ആയിരിക്കാം ഈ അണികൾ മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുന്നത്.